ബൈബിളിലെ വലിയൊരു പ്രവാചകനാണ് ജോയൽ പ്രവാചകൻ. ജോയൽ പ്രവാചകന് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ വെളിപാട് പരിശുദ്ധാത്മ അഭിഷേകം ലോകം മുഴുവൻ്റെ മേലും വർഷിക്കപ്പെടുന്ന സംഭവമാണ്. ജോയൽ 2:28 മുതൽ അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഇത് വെറുതെ പറഞ്ഞതല്ലെന്ന് ചരിത്രം തെളിച്ചു. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഈ പ്രവചിക്കുന്നത് കഴിവുകൊണ്ടല്ല, ഒരു തോന്നൽ വിളിച്ച് പറയുന്നല്ല, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവ് പ്രവചിക്കും. ഞാൻ കുറേ ആളുകൾ പറയാറുണ്ട്, അച്ചാച്ചന് ആരാധന സമയത്ത് ഞങ്ങളോട് സന്ദേശങ്ങൾ പറയുമ്പോൾ അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അതെങ്ങനെ പറയും? ഞാൻ പറയും അറിയില്ല, ഐ ഡോണ്ട് നോ. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഞാൻ ഓർമ്മിക്കാറ് പോലും ഇല്ല, ചിന്തിക്കാറ്. കാരണം ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നൊരു ഒരു സ്വരം, ദൈവം തരുന്നൊരു പ്രചോദനം, അല്ലെ പറഞ്ഞു തരുന്ന അനുഭവം. ഇത് കഥയൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. ഒരു പൈശാചിക ശക്തി ഒരു വ്യക്തിയുടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് അത് ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ട് നടക്കുന്നൊന്നുമല്ല. മത്തായി 12:28-29 പറയും, ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുക. കാരണം ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് എൻ്റെ ആലാണ്. ജോയൽ 2 വീണ്ടും പറയുകയാണേ, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്നു. പ്രവചന വരം കിട്ടുന്നു. പ്രവചിക്കാൻ അവർക്ക് അറിയാൻ പറ്റുക. അവർക്ക് തോന്നലല്ലത്, വെറും തോന്നലുകൾ. ഒരു കാലത്ത് തോന്നലുകൾ ഉണ്ടായിരുന്നു, അതല്ലത്. ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞിട്ട് സംസാരിക്കുന്നു. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. വൃദ്ധരായ ആളുകൾക്ക് ദൈവം സ്വപ്നങ്ങളിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. നമുക്കറിയാം, യോസേപ്പ് പിതാവിനോട് ദൈവം സ്വപ്നത്തിൽ വെളിപ്പെടുത്തും. പഴയ നിയമത്തിൽ ജോസഫിനും ദൈവം സ്വപ്നങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. ചില വിശുദ്ധാത്മാക്കൾക്ക് വളരെ വ്യക്തമായിട്ട് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുക. സ്വർഗീയ ദർശനങ്ങൾ, സ്വപ്ന ദർശനങ്ങൾ കൊടുക്കുക. ദർശനം ശരിക്കും അത് കാണുന്നത് അതേപടി സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് അവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുക. അതുവരെ ഒരു മാനുഷിക സ്വപ്നം അല്ലത്, ലോകം നൽകുന്ന ഡ്രീംസ് അല്ലത്. അതിനപ്പുറം ദൈവാത്മാവ് ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്നു. നമുക്ക് തന്നെ കാണാൻ പറ്റും. ഈശോ ജനിക്കുന്ന വേളയിൽ അവിടെ വരുന്ന 3 ജ്ഞാനികൾക്ക് അവർ തിരിച്ചു വന്ന് ദൈവം സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവർക്ക്. അത് യോസേപ്പ് സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടും, ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, വഴി കാണിച്ചു. അപ്പോൾ ദൈവ അങ്ങനെയുണ്ടത്, പരിശുദ്ധാത്മാവിനാൽ നിറയുന്നവരിലുണ്ടത്. ഇതൊക്കെ സംഭവിക്കേണ്ടത്. എന്തുകൊണ്ട് നിനക്കത് കിട്ടുന്നില്ല? അത് നീ അത് ജോയൽ പ്രവാചകന്റെ പുസ്തകം ഇരുന്ന് അതിന് പ്രത്യേകിച്ച് 2-ാം അധ്യായം ഇരുന്ന് വായിച്ചാൽ, 2-ാം അധ്യായം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചാൽ സകല ചോദ്യങ്ങൾക്കും നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കിട്ടാത്തതിന്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റും.